ഫ്രണ്ട്സ്, സ്മാർട്ട് വിന്നറിൻ്റെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഗ്രാജുവേറ്റ് ലെവലിലുള്ള അഥവാ ഡിഗ്രി ലെവലിലുള്ള കുറച്ച് മാത്സ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ പരീക്ഷ നമ്മളെ വളരെ ഫാസ്റ്റായിട്ട് അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: if A's income is 20% less than B's income, then how much percent is B's income more than that of A? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എയുടെ ഇൻകം ബിയുടെ ഇൻകത്തേക്കാൾ 20% കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബിയുടെ ഇൻകം എയുടെ ഇൻകത്തെ അപേക്ഷിച്ച് എത്രമാത്രം കൂടുതലാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഒരു പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എയുടെ ഇൻകമോ ബിയുടെ ഇൻകമോ നമുക്ക് പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇൻകം എയ്ക്കും ബിക്കും കൊടുക്കാം. അപ്പോൾ ഈ പെർസെൻറ്റേജ് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം നിങ്ങൾ നോക്കുക, ഫസ്റ്റ് സെൻറ്റൻസ് എയുടെ ഇൻകം പറയുന്നത് ബിയെ അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ട് ബിയുടെ ഇൻകം നമ്മൾ 100 എന്ന് വിചാരിക്കുക. അപ്പൊ ബിയുടെ ഇൻകം 100 ആണെങ്കിൽ എത്രയായിരിക്കും എയുടെ ഇൻകം? 20% കുറവായിരിക്കും. അപ്പൊ ബിയുടെ ഇൻകം 100 ആണെങ്കിൽ എയുടെ ഇൻകം 20 ഇതിൽ നിന്ന് കുറഞ്ഞ് 80 രൂപയായിരിക്കും എയുടെ ഇൻകം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത്രയാണ്: ഹൗ മച്ച് പെർസെന്റ് ഈസ് ബിസ് ഇൻകം മോർ ദാൻ ദാറ്റ് ഓഫ് എ? പെർസെൻറ്റേജ് കാണണം. ബിയുടെ ഇൻകം എയുടെ ഇൻകത്തെ അപേക്ഷിച്ച് എത്രമാത്രം കൂടുതലാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം, ബിയുടെ ഇൻകം എയുടെ ഇൻകത്തെ അപേക്ഷിച്ച് എത്ര രൂപ കൂടുതലാണ്? 20 രൂപ. ശരിയല്ലേ? 20 റുപ്പീസ് ആണ് ബിക്ക് എയെ അപേക്ഷിച്ച് കൂടുതലായിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 20 റുപ്പീസ് ഏതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പറയണം? എയെ അടിസ്ഥാനപ്പെടുത്തി പറയണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബേസ് നമ്പർ എന്ന് പറയുന്നത് 80 ആയിരിക്കും. അപ്പൊ നമ്മൾ എഴുതുന്നു 20 ഡിവൈഡഡ് ബൈ 80. ചുമ്മാ ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസറായി എത്ര പെർസെൻറ്റേജ് ആണ് ബിയുടെ ഇൻകം എയെ അപേക്ഷിച്ച് കൂടുതലെന്ന് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടും. അപ്പൊ ഈ 0 വെട്ടിക്കളയുക. 2 × 4 8. 100ൽ 4 എത്ര പ്രാവശ്യം? 25 തവണ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ആൻസർ 25% ആയിരിക്കും ബിയുടെ ഇൻകം എയെ അപേക്ഷിച്ച് കൂടുതലുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് ഈസ് 30. ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഈസ് 26 and that of the last 5 is 32. Find the fifth number. അപ്പൊ ആകെ 9 നമ്പർ ഉണ്ട്. 2 3 4 5 6 7 8 9. അപ്പോൾ 9 ആയതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ച് കാണിക്കാം. കൂടുതലാണെങ്കിൽ വരച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ആവറേജ് ഓഫ് 9 നമ്പേഴ്സ് ഇസ് 30. 9 നമ്പേഴ്സിന്റെ ആവറേജ് 30. അപ്പൊ 9 × 30 എടുത്ത് നമുക്ക് ടോട്ടൽ നമ്പറിന്റെ സം കിട്ടും. അപ്പൊ ഇനി അടുത്ത സെന്റൻസ് പറയുന്ന ഇതാണ്: ആവറേജ് ഓഫ് ഫസ്റ്റ് 5 ഈസ് 26. അപ്പൊ ആദ്യത്തെ 5 എന്ന് പറഞ്ഞ് ഇത്രയും. ഫസ്റ്റ് 5 ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 26 ആണ്. ഇനി അടുത്തത് പറയുന്നത് ആൻഡ് ദാറ്റ് ഓഫ് ദ ലാസ്റ്റ് 5. ലാസ്റ്റ് 5 എന്ന് പറഞ്ഞപ്പോ എങ്ങനെ വരും? ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ വരും അല്ലെ? ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 5 ഈസ് 32. ഇതിന്റെ ആവറേജ് എന്ന് പറയുന്നത് 32 ആണ്. അപ്പൊ ഈ ഞാൻ ഇവിടെ 26നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് ആദ്യത്തെ ഫസ്റ്റ് 5 നമ്പേഴ്സിന്റെ തുക കിട്ടും. അപ്പൊ ഞാൻ അതുപോലെ ഈ 32നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ 5ന്റെ തുക കിട്ടും. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഫിഫ്ത്ത് നമ്പർ ഈ രണ്ടിടത്തും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫിഫ്ത്ത് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5 നമ്പറിന്റെ ടോട്ടൽ എടുക്കുക, അതായത് 26 × 5. ഈ ലാസ്റ്റ് 5 നമ്പറിന്റെ ടോട്ടൽ എടുക്കുക, അതായത് 32 × 5. രണ്ടും കൂട്ടുക.
എന്നിട്ട് ആവറേജ്, ഇവിടെ ആവറേജ് ഓഫ് ദ ടോട്ടൽ നമ്പർ വന്നിട്ടുള്ളത് 30 ആണ്. അപ്പൊ 9 into 30 എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പറിന്റെ തുക കിട്ടും. ആ തുക ഈ രണ്ട് തുകയിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്ത്ത് നമ്പർ കിട്ടും. അപ്പൊ നോക്കുക, 26 into 5 എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആദ്യത്തെ 5 നമ്പറിന്റെ തുക കിട്ടി. പ്ലസ് ഇനി 32 into 5 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 5 നമ്പറിന്റെ തുക കിട്ടി. അപ്പൊ ഇതിനകത്ത് ഈ അഞ്ചാമത്തെ നമ്പർ ഒരു പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ടോട്ടൽ നമ്പറിന്റെ തുക ഇതിനകത്ത് നിന്ന് കുറച്ച് കളയുക. അതായത് 9 into 30. ഇപ്പോൾ നമുക്ക് ഫിഫ്ത്ത് നമ്പർ കിട്ടും. അപ്പൊ നമുക്ക് 26 into 5 എന്ന് പറയുന്നത് 130 പ്ലസ് 32 into 5 എന്ന് പറയുന്നത് 160 മൈനസ് 9 into 30 270 കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂട്ടാം. 130 160 നമുക്ക് 290 കിട്ടും. മൈനസ് 270 ഇപ്പോൾ നമുക്ക് 20 എന്ന ആൻസർ കിട്ടും. അപ്പൊ 20 ആയിരിക്കും ഫിഫ്ത്ത് നമ്പർ, അഞ്ചാമത്തെ നമ്പർ 20 ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 76% and 59% ഓഫ് എ നമ്പർ ഈസ് 306. ഫൈൻഡ് 42% ഓഫ് ദാറ്റ് നമ്പർ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു നമ്പർ ഉണ്ട്, അതിന്റെ 76% 59% തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട് 306 രൂപ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 42%, ആ നമ്പറിന്റെ തന്നെ 42% കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എക്സ് എന്നായിരിക്കട്ടെ നമ്മുടെ നമ്പർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 76% ഓഫ് എക്സ് മൈനസ് 59% ഓഫ് എക്സ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. 76%, ആ നമ്പറിന്റെ 76%വും ആ നമ്പറിന്റെ തന്നെ 59%വും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 306 രൂപയാണ്. 306 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 42%, ആ നമ്പറിന്റെ 42% കണ്ടുപിടിക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. 76% ഓഫ് എക്സ് മൈനസ് 59% ഓഫ് എക്സ്. അപ്പൊ കുറയ്ക്കുക, 76% 59% കുറയ്ക്കുക. എത്ര കിട്ടും? 59ഉം 7ഉം 66ഉം 10ഉം 76. അപ്പൊ 17% ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 306 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര കിട്ടും? 306. 17% എന്ന് പറഞ്ഞാൽ 17 ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ റെസിപ്രോക്കൽ ആവും. അപ്പൊ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 17 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളോട് നമ്പർ കണ്ടുപിടിക്കാൻ അല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മോട് പറഞ്ഞിരിക്കുന്നത് നമ്പറിന്റെ 42% കണ്ടുപിടിക്കണം. അപ്പൊ അടുത്ത ലൈനിൽ നോക്കുക, 306 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 17 ഇൻറ്റു 42%, ദാറ്റ് ഈസ് 42 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, അപ്പൊ ഇവിടെ ഈ 100ഉം വെട്ടിപ്പോകും. 306ൽ 17 അടങ്ങുമോ എന്ന് നോക്കാം. 30ല് 17 എത്ര പ്രാവശ്യം അടങ്ങും? 17 2 34, അപ്പൊ ഒരു പ്രാവശ്യം അടങ്ങുള്ളൂ. പിന്നെ ബാക്കി എത്രയുണ്ട്? 13 ഉണ്ട്. അപ്പൊ 136 കിട്ടും. 136ൽ 17 എത്ര തവണ? 17 3 54, 17 4 76, 17 5 85, 17 8 നോക്കാം, 87 56, 5 8 8 5 13. അപ്പൊ 17 8 ആണ് 136. അപ്പൊ ഇവിടെ 18 നമുക്ക് കിട്ടും. അപ്പൊ നോക്കുക, നമുക്ക് 18 into 42 ഇൻറ്റു ചെയ്യാം. 18 2 36, 3 ശിഷ്ടം. 18 4 72, 72 3 75, 756 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇതൊരു പാർട്ണർഷിപ്പ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A starts a business with a capital of rupees 10,000 and after 7 months we joined with a certain capital. After a year they decided to divide the profit in the ratio 6:5. Find B's capital. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എയും ബിയും ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു 10,000 rupees.
7 മാസത്തിന് ശേഷം ബി ജോയിൻ ചെയ്തു. ഏതോ ഒരു ക്യാപിറ്റൽ കൊണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു 1 വർഷത്തിന് ശേഷം അവർ പ്രോഫിറ്റ് 6:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ബിയുടെ ക്യാപിറ്റൽ എത്ര? അപ്പോൾ ബിയുടെ ക്യാപിറ്റൽ നമുക്ക് എക്സ് എന്ന് എടുക്കുക. അപ്പോൾ എയുടെ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ട്, അത് 10,000 ആണ്. അപ്പോൾ ആൾക്കാർ പാർട്ട്ണർഷിപ്പ് തുടങ്ങുമ്പോൾ അവർക്കുണ്ടാകുന്ന ലാഭം എങ്ങനെ വീതിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും എത്ര രൂപ എത്ര കാലത്തേക്ക് മുടക്കി എന്നതിന് അനുസരിച്ചായിരിക്കും പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, എ 10,000 റുപ്പീസ് മുടക്കി 1 വർഷത്തിന് ശേഷം എന്ന് പറയുന്നത് കൊണ്ട് ഇൻറ്റു 12 മാസത്തേക്ക് എ 10,000 രൂപ മുടക്കി എന്നർത്ഥം. ഇനി ബിയുടെ കേസ് നോക്കാം. ഈസ് ബി മുടക്കിയതാണ് എക്സ്. എത്ര മാസം കഴിഞ്ഞാണ് ബി ജോയിൻ ചെയ്യുന്നത്? 7 മാസം കഴിഞ്ഞ്. അതായത് 5 മാസം മാത്രമാണ് ബിയുടെ ക്യാപിറ്റൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സ് ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മളോട് പറയുന്നത് പ്രോഫിറ്റ് 6:5 അവർ ഡിവൈഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം 6:5. ഓക്കെ, അപ്പൊ നമുക്കറിയാം A:B = C:D ആണെങ്കിൽ ഈ അകത്തുള്ളത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അതായത് B × C BC എന്ന് കിട്ടും. പിന്നെ ബാക്കി പുറത്തുള്ളത് തമ്മിൽ അല്ലെങ്കിൽ അകലെ കിടക്കുന്നത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പൊ A × D AD എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ ഇവിടെ നമുക്ക് ഈക്വൽ ടുവിന് 2 സൈഡിലുള്ളത് അടുത്ത് നിൽക്കുന്നത് തമ്മിൽ ഇൻറ്റു ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും 6 × x × 5. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇനി ഈക്വൽ ടുവിന് അകലെ കിടക്കുന്നത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. അതായത് അപ്പോൾ 5 × 10,000 × 12 എന്ന് കിട്ടും. 5 × 10,000 × 12. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ കിടക്കുന്ന അതുപോലെ എഴുതുക, ഇൻറ്റു 10,000 × 12. ഇനി ഈ 6ഉം 5ഉം ലെഫ്റ്റ് സൈഡിൽ മുകളിലായിരുന്നത് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് അത് താഴെ വരും. അതായത് 6 × 5 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് വെട്ടിക്കുറയ്ക്കാം. ഈ 5ഉം ഈ 5ഉം വെട്ടിപ്പോയി. ഈ 6ഉം ഈ 12 വെട്ടിക്കുറയ്ക്കുമ്പോൾ 2 കിട്ടും. 2 × 10,000 എന്ന് പറഞ്ഞത് 20,000 ആണ്. അതായത് 7 മാസം കഴിഞ്ഞപ്പോൾ ബി 20,000 രൂപ കൊണ്ടാണ് പാർട്ട്ണർഷിപ്പ് ചേരാനായിട്ട് വന്നത് എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A father is 3 times as old as his son now. After 20 years, the father will be twice the age of his son. Find the age of the father. ഇവിടെ പറയുന്നത് ഫാദർ 3 times as old as his son now. ഇപ്പോൾ സണ്ണിന്റെ ഏജ് എത്രയാണോ അതിനേക്കാൾ 3 times ആയിരിക്കും ഫാദർ ഇപ്പോൾ. ഇനി സെക്കൻഡ് കേസ് അല്ലെങ്കിൽ സെക്കൻഡ് സെന്റൻസിൽ പറയുന്ന ഇതാണ്, 20 വർഷത്തിന് ശേഷം ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് സണ്ണിന്റെ ഏജിന്റെ ഇരട്ടിയായിരിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്ഷൻസിൽ നിന്ന് പോകാം. 45, രണ്ടാമത്തെ ഓപ്ഷൻ 54, അടുത്തത് 80, അടുത്തത് 60. അപ്പൊ നമുക്ക് ഓപ്ഷൻ വെച്ച് തുടങ്ങാം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫാദറിന്റെ ഏജ് എത്രയാണ്? അപ്പൊ ഫാദറിന്റെ ഏജ് ആദ്യത്തെ ഓപ്ഷൻ എടുക്കുകയാണ്, 45 ആണെന്ന് വിചാരിക്കുക. 45 ആണെങ്കിൽ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സണ്ണിന്റെ ഏജ് കിട്ടും. കാരണം സണ്ണിന്റെ ഏജിന്റെ 3 ഇരട്ടിയാണ് ഫാദറിന്റെ ഏജ്. അപ്പൊ നമുക്ക് സണ്ണിന്റെ ഏജ് എത്രയെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. ഈ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷനിൽ നിന്ന്. ഓക്കെ, ഇനി അടുത്ത കേസിൽ പറയുന്ന അടുത്ത സെന്റൻസിൽ പറയുന്നതാണ് 20 വർഷം കഴിയുമ്പോൾ സണ്ണിന്റെ ഏജിന്റെ ഇരട്ടി ആയിരിക്കണം ഫാദറിന്റെ ഏജ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ ശരിയായിട്ട് വരും. അപ്പോൾ നമുക്ക് നോക്ക്, 20 വർഷം കഴിയുമ്പോൾ 45 + 20 ഫാദറിന്റെ ഏജ് എത്രയാവും? 65 ആവും. 45 + 20 65. സണ്ണിന്റെ ഏജ് 15 + 20 35 ആവും. 35ന്റെ ഇരട്ടി അല്ല 65. അതുകൊണ്ട് ഈ ഓപ്ഷൻ ഔട്ട്. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കുക, 54. അപ്പൊ 54 ഡിവൈഡഡ് ബൈ 3, 18 3 54. സോ സണ്ണിന്റെ ഏജ് എത്ര വരും? 18 വരും. ഇനി അടുത്ത സെന്റൻസിൽ പറയുന്നത് അനുസരിച്ച്
20 വർഷം കഴിയുമ്പോൾ, അതായത് 20 കൂട്ടുക, സണ്ണിന്റെ ഏജ് അപ്പം 38 വരും. ഇവിടെ 54നോട് 20 കൂട്ടുക, എത്ര വരും? 74 വരും. 38ന്റെ ഇരട്ടി അല്ല 74. സോ ദ സെക്കൻഡ് ഓപ്ഷൻ ഓൾസോ ഔട്ട്. ഇനി നിങ്ങൾ നോക്കുക, 80 എടുക്കുക. 80 ഡിവൈഡഡ് ബൈ 3. 80യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഔട്ട്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക, 60. 60 ഡിവൈഡഡ് ബൈ 3. സണ്ണിന്റെ ഏജ് അപ്പോൾ എത്ര കിട്ടും? 20. ഓക്കെ. ഇനി അടുത്തത് 20 വർഷം കഴിയുമ്പോൾ സണ്ണിന്റെ ഏജ് എത്ര വരും? 40 വരും. അച്ഛന്റെ ഏജ്, ഫാദറിന്റെ ഏജ് 60 പ്ലസ് 20 80 വരും. 40ന്റെ ഇരട്ടിയല്ലേ 80? അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ആൻസർ ശരിയായ ഓപ്ഷൻ 60 ആയിരിക്കും, ഫാദറുടെ ഏജ്. ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്നത്തെ വീഡിയോ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്രമാത്രം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെല്ലാം കിട്ടാമോ നിങ്ങൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കൂടി പഠിക്കട്ടെ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഓക്കെ.